സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ആറ്റുകാൽ അമ്മയുടെ ഭക്തയാണല്ലേ? വലിയ ഭക്ത. പൊങ്കാല ഇടുന്നുണ്ടോ? എല്ലാ വർഷവും. കയ്യിലെന്താണ് കുത്തിയിരിക്കുന്നത്? ഇത് അമ്മയുടെ, ആറ്റുകാൽ അമ്മയുടെ. മൈ ലവ്, സ്ട്രെങ്ത് ആൻഡ് ഫെയ്ത്ത് അമ്മ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഐ ട്രൈ ടു ഹാങ് മൈ സെൽഫ് ആൻഡ് അതിൽ നിന്ന് അൺകോൺഷ്യസ് ആവുന്നതിൽ നിന്ന് ഞാൻ പുറത്ത് വന്നപ്പോൾ എനിക്ക് ആദ്യം കണ്ടത് അമ്മയുടെ മുഖമാണ്. ഒരു നോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ, നോ അക്സെപ്റ്റ് പറഞ്ഞത് കൊണ്ട് എന്താ അവളെ അങ്ങ് തകർത്ത് കളയണം, അവൾ പോയി ആത്മഹത്യ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ ജയിലിലാവട്ടെ, പിന്നെ ആരും അവളെ തിരിഞ്ഞു നോക്കത്തില്ല, അവൾ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത പേരും ഇതും എല്ലാം അതോടെ നശിക്കട്ടെ എന്ന് വിചാരിക്കുന്ന എന്തുമാത്രം ഒരു ഇത് ക്രിമിനൽ മെൻറ്റാലിറ്റിയാണ്. ഫസ്റ്റ് നൈറ്റ് ആണ് ഞാനത് മനസ്സിലാക്കുന്നത്, ദറ്റ് ഹീസ് എൻ ആൽക്കഹോളിക് എന്നുള്ള കാര്യം എനിക്ക് ആയിരിക്കാം. രാധേച്ചി സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും വേണമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഭാഗ്യക്കാണെങ്കിലും എല്ലാം കുറച്ച് ചേച്ചി സിമ്പിൾ അങ്ങനെ. പക്ഷെ നമ്മള് ഡിസൈൻ അതൊന്നും പറയില്ല. മമ്മൂക്കയ്ക്ക് ധോത്തീസ് ചെയ്യാറുണ്ട്, ഇപ്പൊ ലാലേട്ടന് കൊടുത്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സുരേഷ് ഏട്ടൻ, ഒബ്വിയസ്ലി ശശി തരൂർജി, പിന്നെ തമിഴ് വിശാല്, പിന്നെ ബോളിവുഡിലും നമ്മൾ അന്ന് കൊടുത്തിട്ടിരിക്കണത് ഐശ്വര്യ റായ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. സിമ്പിൾ സാരിയാണ്, ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്, ഭയങ്കര ബെനിഫിറ്റ്സ് ഉള്ള ഫാബ്രിക് ആണ്, ബ്രീതബിൾ ആണ്. അതിന്റെ ഇത് നമ്മൾ ഇന്റർനാഷണലി ഗ്ലോബലി അതാണ് ലക്ഷ്യം. ഇനി ഞാൻ ആർക്കും വേണ്ടിയിട്ട് ഒരു സിറ്റുവേഷന് വേണ്ടി ഞാൻ ഐ വിൽ നോട്ട് കിൽ മൈ സെൽഫ് ഓർ ട്രൈ ടു ഓർ അങ്ങനെ ഒരു രീതിയിലേക്ക് ഞാൻ നെഗറ്റീവ് ഇതിലേക്ക് പോകത്തില്ല. പ്രമുഖ വ്യവസായ സംരംഭക, സാമൂഹ്യ പ്രവർത്തക, വീവേഴ്സ് വില്ലേജിന്റെ ഉടമ എന്നീ നിലകളിൽ ശ്രദ്ധേയയായ ശ്രീമതി ശോഭ വിശ്വനാഥാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീമതി ശോഭ വിശ്വനാഥ്. നമസ്കാരം. ആറ്റുകാൽ അമ്മയുടെ ഭക്തയാണല്ലേ? വലിയ ഭക്ത. പൊങ്കാല ഇടുന്നുണ്ടോ? എല്ലാ വർഷവും. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും അതുപോലെ തന്നെ എല്ലാവർക്കും, ഞാൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും നല്ലത് വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. ബിസിനസ് പച്ച പിടിക്കണമെന്ന് പ്രാർത്ഥിക്കാറ്? അത് ഓൾറെഡി ഉണ്ട്. നമ്മൾ നന്നാവുമ്പോൾ അതും നന്നാവില്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവരും നന്നാവില്ല. അതെ അതെ, അങ്ങനെയാണല്ലേ. താങ്കളൊരു ഫൈറ്ററാണ് ഇപ്പം. പക്ഷേ ശോഭ വിശ്വനാഥ് പോരാടി ഒരു നീതി ഉറപ്പാക്കിയ അതിലൂടെ അവസാനിക്കുമെന്ന് കരുതിയ പോരാട്ടം പക്ഷേ ഷീല സണ്ണിയിലൂടെ തുടരുകയല്ലേ? ഇപ്പോഴും ഇത്തരം സംരംഭകരായിട്ട് മുൻനിരയിലേക്ക് വരുന്നവരെ ചവിട്ടി താഴ്ത്താൻ, അല്ലെ അവരെ അപവാദ പ്രചരണങ്ങളിലൂടെ ഒതുക്കാൻ, അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കാൻ, പീഡനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന മാനസികമായിട്ടുള്ള പീഡനം, അത് തുടരുന്നു. എന്ത് പറയുന്നു? ഈ പറഞ്ഞ പോലെ ശാരീരികമായിട്ടുള്ളൊരു പീഡനത്തിനെയും കാട്ടി എത്രയോ വലുതാണ് മെന്റൽ ടോർച്ചർ, മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്ന് പറയുന്നത്. അതിലൊരു ഫുൾ സ്റ്റോപ്പ് വരണം എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ലോസ് വരണം, അതായത് ശിക്ഷിക്കപ്പെടണം. ഈ ചെയ്ത കുറ്റവാളികൾക്ക് ഞാൻ എപ്പോഴും പറയും, ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന്. അതായത് നമുക്ക് കിട്ടേണ്ട ജസ്റ്റിസ് എത്രയും പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ അത്രയും ആൾക്കാരിലേക്ക്, ജനങ്ങളിലേക്ക് അത് എത്തുകയാണ്. അതൊരു താക്കീതായിട്ട് എത്തുകയാണ്. ദാറ്റ് ജസ്റ്റ് ഇനി ഇതുപോലത്തെ കുറ്റം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടുന്നു. അങ്ങനത്തെ കുറച്ച് കേസസ് എങ്കിലും വന്നു. ഇതിപ്പോൾ ഞാൻ വന്ന് തുറന്നു പറയാം, എനിക്കൊരിപ്പോൾ ക്ലീൻ ചിറ്റ് കിട്ടിയപ്പോൾ ഞാനത് പുറത്ത്, എനിക്ക് വേണമെങ്കിൽ സൈലന്റ് ആയിട്ട് ഇരിക്കാമായിരുന്നു. ഒരുപാട് പേരുണ്ട്, ഇപ്പോഴും ഉണ്ട്, ദറ്റ് പേടിച്ചിരിക്കുകയാണ് എൻ്റെ ഇമേജ് എന്താവും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല, ഇത് ഞാനിപ്പോൾ ഒരു സർവൈവൽ ഗൈഡ് മറ്റുള്ളവർക്ക് ഒരു പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് ക്യാമറ വെക്കാം, അതുപോലത്തെ പല കാര്യങ്ങളും. നമ്മളിപ്പം പോകുമ്പോഴത്തേക്ക്, യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ബാഗ് ആരുടെ കയ്യിലും കൊടുക്കാതിരിക്കുക, അതുപോലെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഷീലയുടെ കാര്യവും പുള്ളിക്കാരത്തെ അതിൽ നിന്ന് പുറത്ത്, അറ്റ്ലീസ്റ്റ് ഞാൻ റിമാൻഡ് ചെയ്ത് ജയിലിൽ പോയില്ല. 72 ദിവസം ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത്ര ദുർബലമാണോ നമ്മുടെ നാട്ടിലെ നീതി വ്യവസ്ഥ? മാത്രമല്ല, അത് നടപ്പാക്കുന്നവരും കൂടി സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ള കാര്യമാണ്. അവർ റെസ്പോൺസിബിൾ ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്താൽ ഇങ്ങനത്തെ കുറേയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഷീല പറഞ്ഞത് അത് എന്തോ പേപ്പർ ആയിരുന്നു എന്നാണ് ലാസ്റ്റ് തെളിഞ്ഞത് അല്ലേ? അതപ്പോൾ
അത് കുറച്ചും കൂടി നേരത്തെ ആക്കിയിരുന്നെങ്കിൽ, അതുപോലെ തന്നെ എൻ്റെ കേസിൽ ഞാൻ എത്രയോ പ്രാവശ്യം അവരോട് പറഞ്ഞു, ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ ക്യാമറ ചെക്ക് ചെയ്യൂ, ഞാനിത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. ഇതൊക്കെ അവർ നമ്മളെ കേൾക്കാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് എടുത്ത് നോക്കിയിരുന്നെങ്കിൽ അപ്പൊ തന്നെ അത് നമുക്ക് കുറെ കോടതി വരെ എത്തേണ്ട ആവശ്യമില്ലായിരുന്നു. സ്ത്രീക്ക് പിന്നിൽ എപ്പോഴും ഒരു കെണി ഉണ്ടെന്ന് പറയും, ഒരു ട്രാപ്പ്. ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? നമ്മൾ തന്നെ വിചാരിക്കണം. അത് വേറെ വിചാരിച്ചാലും എളുപ്പമാണോ? നമ്മൾ തന്നെ ഫൈറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അത് കുറേയൊക്കെ നമ്മുടെ കയ്യിലാണ്. സൊസൈറ്റി ഉണ്ട്, ഡെഫിനറ്റ്ലി ഗവൺമെന്റ് ഒരു ഭാഗത്തുണ്ട്, പൊതുജനങ്ങൾ ഉണ്ട്. അതുപോലെ ഇവരെല്ലാവരെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അല്ലേ? ഞാൻ കുറച്ചുകൂടെ കോഷ്യസ് ആയിരിക്കണം പല കാര്യങ്ങളിലും. ഞാൻ എന്നാലും ചെയ്തിട്ടുണ്ട്, പല മണ്ടത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോന്ന് ചെയ്യുമ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഈ ഒരു 13 വർഷം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒരു അതിജീവനം അങ്ങനെ പറയുന്നതിനും കാട്ടി ഞാൻ പഠിച്ചു എന്ന് പറയും. അതൊരു പാഠമായിരുന്നു എനിക്ക്. എൻ്റെ ലൈഫ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതെനിക്കൊരു ലേണിംഗ് കർവ് തന്നെയായിരുന്നു. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് എടുത്തു ചാടി ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി പ്രവർത്തിക്കുന്നു. അതാണല്ലോ ഏറ്റവും വലിയ അപകടം. താങ്കളുടെ കാര്യത്തിലും ഷീലയുടെ കാര്യത്തിലും പോലീസ് ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന കാര്യമല്ല. മാത്രമല്ല നർക്കോട്ടിക്സ് ടീം അതും അതിന്റെ ഒരു ഭാഗമാണ്. അതെ. അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു അന്വേഷണം, അല്ലെങ്കിൽ അത്ര സത്യസന്ധമായിട്ട് ഇവര് അതിൽ പെരുമാറുന്നില്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയല്ലേ ഈ രണ്ട് സംഭവങ്ങൾ? സത്യമാണ് അത്. ഞാൻ അതാ നേരത്തെയും പറഞ്ഞ കാര്യം. അതായത് ആദ്യം വന്നെത്തുന്ന ഇവരുടെ അടുത്താണ് ഈ ന്യൂസ് എത്തുമ്പോൾ അതിനകത്ത് എത്രമാത്രം ജെനുവിനിറ്റി ഉണ്ടെന്നുള്ള കാര്യം ആദ്യത്തെ ഒരു അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലും അന്വേഷിക്കാതെയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ വരുന്നത്. അപ്പോൾ ഇതെല്ലാം അവർ കറപ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ആണെന്നുള്ളതിൻ്റെ പ്രൂഫാണ്. ഇപ്പം എൻ്റെ കേസ് എടുത്താലും ഷീലയുടെ കേസ് എടുത്താലും അത് തന്നെയാണ്. താങ്കളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തുകൊണ്ടാണ് പെട്ടെന്നുള്ളൊരു ബഹുമാനപ്പെട്ട DGPക്കും നമ്മുടെ CM മുഖ്യമന്ത്രിക്കും കൊടുത്തത് വേറെ ഒരു ഇൻഫ്ലുവൻസും വരാതെ അത് ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിയത് കൊണ്ട് എൻ്റെത് ഒരു 3 മാസത്തിനകത്ത്, അതിലേക്ക് ടോട്ടൽ ഒരു 6 മാസം എടുത്തു ആ കേസ് തെളിയാനായിട്ട്. 3 മാസം ഞാനത് 2 മാസം ഞാൻ കയറി ഇറങ്ങി പോലീസ് സ്റ്റേഷൻ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അത് നല്ല രീതിയിൽ കളിയുണ്ട്, നീങ്ങുന്നില്ല, കേസ് അന്വേഷിക്കേണ്ട രീതിയിൽ അന്വേഷിക്കുന്നില്ല. അങ്ങനെയാണ് CM-ന് പെറ്റീഷൻ പോയത്. പിന്നെ അതിനെ തുടർന്നാണ് ഈ അന്വേഷണം വന്നതും സത്യാവസ്ഥ പുറത്തു വന്നതും. ഉറപ്പായിട്ടും താങ്കൾക്ക് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കിട്ടിയെന്ന് വെച്ചാൽ പകുതി വരെ യെസ്, പക്ഷെ പകുതി ഇല്ല. പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ചെയ്യണം. അത് ഒരു ശിക്ഷ എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് അത് എത്തി, എല്ലാവരും അത് അറിഞ്ഞു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്നതിനെക്കാട്ടി ഏറ്റവും വലിയ ശിക്ഷയല്ലേ? ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത പ്രവൃത്തി, അതായത് ഇത്രയും നമ്മൾ ഒരു ക്രിമിനൽ മെന്റാലിറ്റിയോടെ ഇങ്ങനെ ചെയ്ത ഒരു തെറ്റ് ജനങ്ങളിലേക്ക്, ലോകം മുഴുവനും അറിഞ്ഞു. അത് അവർക്കും അവരുടെ ഫാമിലിക്കും, അച്ഛനുണ്ടാക്കിയെടുത്ത ഇത്രയും വലിയൊരു പേരും പ്രശസ്തിയും ഇതും എല്ലാം പൈസയും ഇതൊക്കെ എന്തുണ്ടായി അവസാനം? വരേണ്ട സത്യം എന്നാലും സത്യം പുറത്തു വരും. പക്ഷെ അത് എനിക്ക് തെളിയിക്കാൻ പറ്റും. എത്രയോ പേര് തെളിയിക്കാൻ പറ്റാതെ ജയിൽ വാസം എനിക്ക് ഒരുപാട് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട്. ഒത്തിരി പേര് അറിയാൻ വേണ്ടി മാത്രമല്ല, കേസ് അതായത് ജയിലിൽ കിടക്കുന്നവരുടെ ഫാമിലീസ് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് എന്താണ്, നിങ്ങൾ തുടർച്ചയായും ഇതിന്റെ പുറകെ പോകണം, നിങ്ങളത് ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. എന്നായാലും സത്യം പുറത്ത് വരും. എനിക്ക് പറയാനേ പറ്റുള്ളൂ. എൻ്റെ കേസിൽ എന്തോ ഞാൻ നീ പറഞ്ഞില്ല, ഞാൻ ഇത്രയും വിശ്വസിക്കുന്ന ദൈവങ്ങളും മാത്രമല്ല, ഞാൻ ചെയ്യുന്ന മേ ബി ലൈഫിൽ കർമ്മ, ഐ ബിലീവ് ഇൻ കർമ്മ. അപ്പം എവിടേക്കോ ഞാൻ നന്മ ആർക്കൊക്കെയോ വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ടും എൻ്റെ അമ്മയച്ഛൻ്റെയും ഒരു ബ്ലെസ്സിങ്സും എൻ്റെ ഗുരുക്കന്മാരുടെയും ബ്ലെസ്സിങ്സും കൊണ്ടായിരിക്കാം എനിക്ക് അത് ഭയങ്കര ഒരു ലക്കാണ്. ആലോചിച്ച് നോക്കണം, ആ 400 ഗ്രാംസ് എന്നുള്ളത് 1 കിലോ ആയിരുന്നെങ്കിൽ ഞാൻ ജയിലിനകത്താണ്. ചിലപ്പം ആ വ്യക്തി കൊടുത്തു വിട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ആ പയ്യൻ കൊണ്ട് വെച്ചത് അത്രയായിരിക്കാം. അതിന്റെ ഇടയിൽ വേറെ തീരുമാനം അതാ അത് ചെയ്തിട്ടുണ്ടാവാം, നമുക്കറിയത്തില്ല. അപ്പം അതിന്റെ ഭാഗമായിട്ട് എവിടെയോ എനിക്ക് ആ ഒരു ദൈവ അനുഗ്രഹം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നതും കർമ്മ കാരണവും എനിക്ക് ഞാൻ പുറത്ത് അന്ന് എന്താ പറഞ്ഞ സ്റ്റേഷൻ ബെയിൽ കിട്ടിയതാണ് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ പതനം എന്ന് പറയുന്നത്. അത് പ്രതീക്ഷിച്ചിരുന്നില്ലേ?
അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഉറപ്പായിട്ടും, ഡെഫിനറ്റ്ലി. ഒരു നോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നോ അക്സെപ്റ്റ് പറഞ്ഞത് കൊണ്ട് എന്താ അവളെ അങ്ങ് തകർത്ത് കളയണം, അവൾ പോയി ആത്മഹത്യ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ ജയിലിലാവട്ടെ, പിന്നെ ആരും അവളെ തിരിഞ്ഞു നോക്കത്തില്ല, അവൾ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത പേരും ഇതും എല്ലാം അതോടെ നശിക്കട്ടെ എന്ന് വിചാരിക്കുന്ന എന്തുമാത്രം ഒരു ഇത് ക്രിമിനൽ മെന്റാലിറ്റി ആണെന്ന്. നമ്മുടെ നാട്ടിലെ ആണുങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇപ്പം നമ്മുടെ പത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇതുപോലെ ഇപ്പോൾ കൊച്ചു കുട്ടികളെ പോലും പീഡിപ്പിക്കുന്നു, കായിക ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത ഒരു കായിക താരത്തെ അല്ലെങ്കിൽ കോച്ച് പീഡിപ്പിച്ച വാർത്ത, അങ്ങനെ എല്ലാ ദിവസവും ഇത്തരം വരുന്നു. എന്താണ് ശരിക്കും സമൂഹത്തിൽ സംഭവിക്കുന്നത്? സമൂഹത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ പിടിച്ചടക്കി പെൺകുട്ടികൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ 6 മണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഇതല്ല പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. വീട്ടിൽ ഏറ്റവും കൂടുതൽ അമ്മമാർ തന്നെ അല്ലെങ്കിൽ ഫാമിലി എന്നാണ് അത് തുടങ്ങേണ്ടത്. ബേസിക് കുഞ്ഞായിരിക്കുമ്പം തന്നെ ദാറ്റ് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം അല്ലേ. ആൺകുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കുക നമ്മൾ ഈക്വലാണ്, പെൺകുട്ടികളും ഈക്വലാണ്, ഈക്വലി ട്രീറ്റ് ചെയ്യാൻ ആദ്യം പഠിക്കുക എന്നുള്ള കാര്യമാണ്. കുറേയൊക്കെ നമ്മൾ പിടിച്ചു വെക്കുമ്പോഴാണ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അവർക്ക് കൊടുക്കേണ്ട ഫ്രീഡം കൊടുക്കുക, പക്ഷെ അതുപോലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൻസ് ആക്കി വാർത്തെടുക്കുക എന്നുള്ളത്. അത് സ്കൂളിൽ ആണെങ്കിലും വീട്ടിലാണെങ്കിലും ഞാൻ പറയും ബേസിക് ആയിട്ട് ആ സീഡ് ഇട്ട് കൊടുക്കേണ്ടത് വീട്ടിൽ തന്നെയാണ്. അമ്മേനെ റെസ്പെക്ട് ചെയ്യുന്ന ആള് ഒരിക്കലും പെരുമാറത്തില്ല. മാത്രമല്ല പാത്രം കഴുകി വെക്കേണ്ടത് ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയണം. അതാണ്. അതുപോലെ തന്നെ പല അവരെങ്ങ് ഇട്ടിട്ടാണ് പോകുന്നത്. റീമ പറഞ്ഞത് സത്യമാണ്. അതൊരു ചെറിയ കാര്യമായിട്ട് കാണരുത്, അതിന്റെ പുറകിലെ എന്തുമാത്രം മീനിങ് അത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവം മാത്രമല്ല, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പോലീസ് ക്വാർട്ടേഴ്സിൽ ഒരു പെൺകുട്ടി ആത്മഹത്യയല്ല മരിച്ചു. അത് പീഡനമാണ്. ഇപ്പോൾ അത് അന്വേഷണം CBIക്ക് വിടേണ്ടി വന്നു ഹൈക്കോടതിക്ക്. ഇതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് നയന 5 വർഷം ഇപ്പം ഫെബ്രുവരി 20th അവളുടെ ബർത്ത്ഡേയുടെ ദിവസം തന്നെയാണ് അവളുടെ മരണം. ഇതുവരെ അതെ അതെ ഇതുവരെയായിട്ട് അവൾക്ക് എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചുരുള് എപ്പോഴാണ് അഴിയാൻ പോകുന്നത്? ആരാണ് അതിൻ്റെ ആരുടെ പുറകെ പോകണം? ഏത് വാതിലാണ് മുട്ടേണ്ടത് നമുക്കറിയില്ല. അതായത് സ്ത്രീകൾക്ക് ജസ്റ്റിസ് കിട്ടാനായിട്ട്, അതും സ്പെഷ്യലി എന്തെങ്കിലും ജീവിതത്തിലായി കാണണം, ആകണം, നമ്മൾക്കൊരു മുദ്ര പതിപ്പിക്കണം എന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്കാണ് കൂടുതലും സംഭവിക്കുന്നത്. ഇപ്പോൾ താങ്കളുടെ ജീവിതത്തിലേക്ക് വന്ന് താങ്കൾ വളരെ ഓമനയായി വളർത്തപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നേരം അത്രയും ഒരു ലാളനയും എല്ലാം ലഭിച്ച ആ കുട്ടി കല്യാണത്തോടു കൂടിയാണോ ജീവിതം തകിടം മറിയുന്നത്? അതാ ഞാൻ പറഞ്ഞത്, തകിടം മറിയുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്. എൻ്റെ ലൈഫ് ഞാൻ ആ 13 years ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ 13 years പറഞ്ഞത്. ബിക്കോസ് ആ 13 years ആണ് എൻ്റെ ലൈഫ്. ശരിക്കും ഞാൻ പഠിച്ച പാഠങ്ങൾ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതുവരെ ഞാൻ പറഞ്ഞ ഇത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇത്രയും ലാളിച്ച് എല്ലാം നമുക്ക് കിട്ടും. അതേസമയം നല്ലൊരു ജോലിയിൽ കയറും, പഠിക്കേണ്ട എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ പഠിച്ച് ജോലിയിലേക്ക് കയറി ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന ഞാൻ ഓൾ ഓഫ് എ സഡൻ ഒരു കല്യാണം എന്നുള്ള ഒരു ഇതിനകത്തേക്ക് കയറുമ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങളും ഒരു ഡൊമസ്റ്റിക് വയലൻസിനൊരു ഞാൻ എപ്പോഴും പറയും, ഞാൻ ഐ എം നോട്ട് എ വിക്ടിം, ഐ എം എ വിഷണറി എന്ന്. പക്ഷെ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആരാണോ എന്നെ ഇന്ന് ഇരുത്തി ഈ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രാജഡിയും ഈ ഒരു ലൈഫിൽ ഉണ്ടായ ചാലഞ്ചസും ഇതൊക്കെ തന്നെയാണ്. താങ്കൾ MBA പാസ്സായ ഒരു ജോലിയിൽ ഇരിക്കുന്ന വേളയിലല്ലേ വിവാഹത്തിലേക്ക്? അതെ അതെ. അന്ന് പക്ഷെ ഇത് ആലോചിച്ച് ഉറപ്പിച്ചോണ്ട ചെയ്ത വിവാഹമല്ലേ? അറേഞ്ച് മാരേജ്. അതും കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു കുടുംബത്തിൽ. എങ്ങനെയാ താളം തെറ്റിയത്? ഫസ്റ്റ് നൈറ്റ് ആണ് ഞാൻ അത് മനസ്സിലാക്കുന്നത്. ഹി ഈസ് എൻ ആൽക്കഹോളിക് എന്നുള്ള കാര്യം എനിക്ക് ആയിരിക്കാം എന്നുള്ള കാര്യം. ബിക്കോസ് ആരും ഫസ്റ്റ് നൈറ്റിൽ ലേറ്റ് ആയിട്ട് കുടിച്ച് എനിക്കറിയില്ല. ഞാൻ മാത്രമല്ല, ഞാൻ അങ്ങനെ കുടിച്ച് കണ്ടിട്ടില്ല. എൻ്റെ കുടുംബത്തിലാരും ഫാമിലിയിലാരും സ്മോക്ക് ചെയ്യുന്നതോ ഡ്രിങ്ക് ചെയ്യണതോ. അത് ഞാൻ ഒരിക്കലും ഡ്രിങ്കിങ് തെറ്റാണെന്ന് പറഞ്ഞില്ല. എല്ലാം വേണം, ഒരു ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വേണം. സ്മോക്കിങ്ങിന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അഗെയിൻസ്റ്റ് ആണ്. പക്ഷെ ഡ്രിങ്കിങ് വൺസ് ഇൻ എ വൈൽ ഞാൻ അതൊരു തെറ്റായിട്ട് ഞാൻ കാണുന്ന ഒരാളല്ല. മറ്റത് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് മാത്രമല്ല, മറ്റുള്ളവർക്കും ചുറ്റുള്ളവർക്കും അത് കേടാണ്, എൻവയോൺമെന്റിനും അത് കേടായതുകൊണ്ട് ഞാൻ അതിന് അത്രയും തകർന്നു പോയില്ല. ശരിക്കും ഒരു ഷോക്ക് ഓഫ് മൈ ലൈഫ് ആയിരുന്നു. ബിക്കോസ് ഇത്രയും കല്യാണാലോചനകളും വന്ന് ഇത്രയും ഇതൊക്കെ വന്നിട്ട് ഞാൻ ഫൈനലി ഓക്കെ പ്രഷറിലൊക്കെയാണ് വന്നൊക്കെയാണ് എസ് പറഞ്ഞെങ്കിലും
അത് എന്റെയും കൂടി ഒരു ഡിസിഷനാണ്. നേരത്തെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ അല്ലേ? ഇല്ല, വളരെ കുറച്ച് ടൈം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു 1 വീക്കിന് മുമ്പ്, കല്യാണത്തിന് 1 വീക്കിന് മുമ്പാണ് ഞാൻ വന്നത്. എൻഗേജ്മെന്റ് കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു കല്യാണം. അപ്പം അധികം സമയം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് സമയം വേണം, ഇതൊക്കെ എൻ്റെ ആഗ്രഹമുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഭയങ്കര പൊട്ടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഒരു ഡിസിഷൻ നിന്ന് എടുക്കാൻ ഉള്ളൊരു വോയിസ് എനിക്കില്ലായിരുന്നു. അത് ഇന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറ്റു പെൺകുട്ടികളുടെ അടുത്ത് പറയും, എനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്ത തെറ്റുകൾ മറ്റുള്ളവർ ആവർത്തിക്കാതിരിക്കട്ടെ. ശരിക്കും പരിചയപ്പെട്ട ശേഷമേ വിവാഹത്തിന് സമ്മതിക്കാവുന്ന. ഡെഫിനറ്റ്ലി. മാത്രമല്ല കുറച്ച് സമയം എടുത്ത്, മാത്രമല്ല വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി എന്നുള്ളൊരു കാര്യമാണ്. കല്യാണമേ വേണ്ടെന്ന് വെച്ചാൽ ഓൺലി ഇഫ് യു മീറ്റ് ദ റൈറ്റ് പേഴ്സൺ ആണെങ്കിൽ മാത്രം, എന്ന് നിങ്ങൾക്ക് ബോധ്യമാവുകയാണെങ്കിൽ മാത്രം. എളുപ്പമാണോ? എന്നാൽ പോലും എത്രയോ വർഷം സ്നേഹിച്ച് കല്യാണം കഴിച്ചവര് എത്രയോ പേര് തെറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതിലൊന്നും നമുക്കൊരു ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. പക്ഷെ ഇറ്റ്സ് ലൈക്ക് ഒരു എന്താ പറയുക, ഒരു ടാങ്കിളാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു എഗ്രിമെന്റിനോട് ഇപ്പൊ എനിക്ക് അത്ര ഒരു ഇത് ഞാൻ കൊടുക്കുന്നില്ല. അപ്പൊ എനിക്ക് അതിനോട് ഇപ്പം ഇനിയൊരു ഇത് വേണമെന്ന് വെച്ചാൽ ഐ വുഡ് സേ നോ. ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് തന്നെയാണ് എനിക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിരുന്നു. ഒരു സമയത്ത് അത് പറഞ്ഞ് ശരിയാക്കാനുള്ള ഒരു സാഹചര്യം ഒരുപാട് ശ്രമിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ജനറേഷനിലുള്ള ഒരു കുട്ടി 3.5 years ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്റെ വിലപ്പെട്ട ടൈമാണ്. അത്രയും മനസ്സിലാക്കിയിട്ട് പോലും ഞാൻ ലെറ്റ് ഹിം ചേഞ്ച് അല്ലെങ്കിൽ ഐ വിൽ ബി വിത്ത് യു എന്നുള്ള അവസരങ്ങൾ പലതും ഞാൻ കൊടുത്തു. മാത്രമല്ല ആ ബ്രാൻഡിനെ ആലോചിച്ചിട്ട്, അതിൻ്റെ പുറകിൽ നിൽക്കുന്ന നെയ്ത്തുകാരെ ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിനെ ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ സഹിച്ചു പോയിട്ടുണ്ട്. ആ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്തോ തുടക്കം മുതൽ. ബിക്കോസ് ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഡാഡിയുടെ, അതായത് പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു തുടങ്ങി, മോള് അവൻ ഇങ്ങനെ ആണ്, അപ്പം മോള് വേണം ഇനി അത് ഏറ്റെടുക്കാൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് തന്നെ. അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞ് പല മാറ്റങ്ങളും അവിടെ, ബിക്കോസ് ഇത്രയും പഴമയുള്ള അവര് തമ്മിലുണ്ടായിരുന്നു. അപ്പം അതാണ് പറയാം. അപ്പം എല്ലാം എൻ്റെ ഷോൾഡറിൽ ആയത് ഒരു ഇതായിരുന്നു. പിന്നെ ബാക്കിൻ്റെ നമ്മുടെ ഒരു നെയ്ത്തുശാല പോയി കണ്ടപ്പോൾ എനിക്ക് ഹാർഷ് റിയാലിറ്റി മനസ്സിലായത്. ദാറ്റ് നമ്മൾ ഈ ഫ്രണ്ട് എൻഡ് കാണുന്ന ഒരു കാര്യമല്ല. കസ്റ്റമേഴ്സ് വരുന്നു, ഭയങ്കര സന്തോഷമായിട്ട് അവർ വാങ്ങി പോകുന്നു, അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നു. ബിക്കോസ് ഇത്രയും ഒരു 260-year-old, വൺ ഓഫ് ദ ഓൾഡസ്റ്റ്, ഇന്ത്യയിലെ തന്നെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന അത്രയ്ക്കൊരു വലിയ ബ്രാൻഡാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്നാണ് ഞാൻ ഓരോന്നും അവരുടെ എക്സ്പീരിയൻസ് ഫ്യൂച്ചറിൽ ഞാൻ അത് എവിടെ ആയിരുന്നാലും ഞാൻ എൻ്റെതായിട്ട് രീതിയിൽ ഞാൻ ചെയ്യുമായിരുന്നു. ബിക്കോസ് ഐ ഓൾവേസ് വാണ്ടഡ് ടു ബിൽഡ് സംതിങ് സസ്റ്റൈനബിൾ ആയിട്ടുള്ളത്. അപ്പൊ എനിക്ക് കൈത്തറി എന്താണെന്നോ അല്ലെങ്കിൽ ട്രഡീഷണൽ വെയർ, സാരി അങ്ങനെയൊന്നും അറിയാന്നുള്ള ഒരാളായിരുന്നു. പക്ഷേ ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് കൈത്തറി മേഖലയിലേക്ക് കടക്കാൻ പറ്റുന്നത്. ഡെഫിനറ്റ്ലി അതല്ലെന്ന് ഞാൻ പറയില്ല. ഡെഫിനറ്റ്ലി അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കി, അവിടുത്തെ പ്രോബ്ലംസ് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് വീവേഴ്സ് വില്ലേജ് ഞാൻ തുടങ്ങിയത്. അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ ബിക്കോസ് ഇതിനകത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി അങ്ങനെ ഒരു ബ്രാൻഡ്, എസ്റ്റാബ്ലിഷ്ഡ് ഒരു ബ്രാൻഡാണ്. അവിടെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. എനിക്കൊരു സീറോ വേസ്റ്റ് ഒരു പ്രോജക്റ്റ് ആയിട്ട് കുറച്ചും കൂടെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള, മറ്റേത് ബിസിനസ് ഓറിയന്റഡ്, നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെക്കാറില്ലായിരുന്നു. അതാ ഞാൻ എക്സിബിഷൻസ് ആണ് ഇട്ട് തുടങ്ങിയത്. ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. സ്ഥാപനത്തിനകത്ത് ആദ്യത്തെ എക്സിബിഷൻ ഇട്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിൽ വന്ന പ്രോഫിറ്റ് മൊത്തം അതിലേക്ക് തന്നെ പോയി എന്നുള്ളൊരു കാര്യമാണ്. അതോടെ മനസ്സിലായി ദാറ്റ് അവിടെ ചെയ്യുന്ന ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ പല സ്ഥലത്തായിട്ട് പിന്നെ രമ്യ എൻ്റെ ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്തു, ഞങ്ങളൊരു ടീം ബിൽഡ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് തന്നെ സർസസ് എന്ന് പറഞ്ഞൊരു NGO. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക, ഒരു എസ്കേപ്പിസം ആയിരുന്നു ഈ ഒരു ബ്രാൻഡും അതുപോലെ തന്നെ NGO വർക്കും. ഈ വീവേഴ്സ് വില്ലേജിലൂടെ സാധാരണക്കാരായ കൈത്തറി തൊഴിലാളികൾക്ക്
എത്രമാത്രം ഗുണം കിട്ടി? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മൾ അവരുടെ നല്ല എടുക്കുന്നത്, നമ്മൾ അവർക്ക് പുതിയ പുതിയ ചാലഞ്ചിങ് ഡിസൈൻസ് കൊടുക്കുകയാണ്. അവരെ അതുപോലെ തന്നെ യങ് നെയ്ത്തുകാരെ ഇതിലേക്ക് കൊണ്ടുവരണം. യങ് ഡിസൈനേഴ്സിനെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ദാറ്റ് നിങ്ങൾ നിറ്റഡ് അതേപോലെ എന്താ പറയുക ടീഷർട്ട്സോ അങ്ങനത്തെ നിറ്റഡ് വെയറിലേക്ക് പോവാതെ കം ഇൻ ടു ഹാൻഡ്ലൂംസ്. ഇതിനകത്തൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് നമ്മുടെ അവസ്ഥ എന്നുള്ള ഒരു 13 വർഷം കൊണ്ട് നമുക്ക് ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പൊതുവെ പറയുന്ന ഒരു അപവാദം ഈ കൈത്തറി വ്യൂവേഴ്സ് ഉണ്ടല്ലോ, ശരിക്കും നെയ്ത്തുകാർ ഇപ്പൊ ബാലരാമപുരത്തൊക്കെ ഉള്ള സ്ഥലത്തുള്ള അവരുടെ വീടുകളിൽ നെയ്യുന്നത് ഒരു ചെറിയ വിലയ്ക്ക് വാങ്ങിയിട്ട് ഈ ബ്രാൻഡ് ബിൽഡേഴ്സ് അല്ലെ ബ്രാൻഡ് ഉണ്ടാക്കി കൈത്തറി വ്യാപാരം ചെയ്യുന്നവർ വലിയൊരു വ്യത്യാസം, വിലയിൽ വലിയൊരു വ്യത്യാസം അവർ നേടിയെടുക്കുന്നുണ്ട്. അത് ഇത് ഇവർക്കൊന്നും കിട്ടുന്നില്ല, കൈത്തറി മേഖല തകരുന്നു എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. അവിടെയാണ് ഒരു മാറ്റം നമ്മൾ വരുത്തിയത്. അതായത് അവർ പറയുന്ന ഇതിനാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ കുറച്ചും കൂടെ ഞാൻ പറയേ, ഒരിക്കലും നമ്മുടെ ഹാൻഡ്ലൂംസ് ബൾക്കായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. പല ബ്രാൻഡ്സും ഇപ്പൊ എടുത്തു നോക്കുകയാണെങ്കിൽ പാൻ ഇന്ത്യയുള്ള, ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല പേര്, പല ബ്രാൻഡ്സും ഹാൻഡ്ലൂം ആണെന്ന് പറഞ്ഞ് വിൽക്കുന്നത് പവർലൂമാണ്. ബിക്കോസ് ഒരു സീസണിൽ ഓൾ ഓവർ ഇന്ത്യ ആണ് സെയിം ഡിസൈൻസ് അവർ ഇറക്കുന്നത്. അതെങ്ങനെ ഇറക്കാൻ പറ്റും? ഹാൻഡ്ലൂം നമുക്ക് ഇത്രയും വീവ് ചെയ്ത് അത്രയും നെയ്ത്തുകാരും ഇല്ല, നമുക്ക് അത്രയും മാനുഫാക്ചറിങ് പവറും ഇല്ല, ലീഡ് ടൈം അത്രയും കൂടുതലുമാണ്. അപ്പൊ പിന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു ഡിസൈൻ ഇത്രയും 6 monthsനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഇമ്പോസിബിൾ. ഈ പറയുന്ന ബ്രാൻഡിലുള്ള ഉടുപ്പുകൾ പെട്ടെന്ന് നരയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, കറക്റ്റ്, വളരെ കറക്റ്റ്. ഒരു മോഷനേ ഉണ്ടാവുള്ളൂ. അപ്പം ഇതിനെ നമുക്ക് അപ്പൊ ഒരിക്കലും ബൾക്ക് മാനുഫാക്ചർ ചെയ്യാം. നമുക്കൊരു നീഷ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് അതിനകത്ത് സ്മാർട്ട് ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുടെ ഇടയിലേക്ക് എത്തിക്കുക. ഒന്ന് ഡെഫിനറ്റ്ലി ഹൈ എൻഡ് പ്രീമിയം കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ നമ്മൾക്ക് ഞങ്ങൾ ചെയ്യുന്ന ഒരു അഫോർഡബിൾ ലക്ഷറി സെഗ്മെന്റിലേക്കാണ് അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവർക്ക് കിട്ടും. നമുക്ക് എന്ത് രീതിയിലാണെങ്കിലും ബെനിഫിറ്റ് മാത്രമല്ല, നമുക്ക് എന്തിനും അവരുടെ കൂടെ നമ്മൾ നിൽപ്പുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. എന്തൊരു ആവശ്യം വന്നാലും ഞങ്ങൾ കൂടെ ഉണ്ട്. പിന്നെ ഇപ്പൊ എടുത്ത് പറയാനായിട്ട് നബാർഡിന്റെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാലരാമപുരം നമ്മളൊരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസേഴ്സ് കമ്പനി എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടറാണ്. വീവേഴ്സ് വില്ലേജുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എത്രത്തോളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്? കുറെ പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് എങ്ങനെ പോയാലും, ബിക്കോസ് ഞാൻ ഓൾ ഓവർ കേരള വീവേഴ്സ് ആയിട്ട്, ഞാൻ ബാലരാമപുരം മാത്രമല്ല, ഞാൻ ഇത് ഡെഫിനറ്റ്ലി നമ്മുടെ കുഞ്ഞ് ഇത് തന്നെയാണ്. പക്ഷേ അത് എക്സിബിഷൻസ് ഞാൻ കൂടുതലും പോകുമ്പോഴത്തേക്ക് ബാലരാമപുരം കൈത്തറി തന്നെയാണ് ഞാൻ കൂടുതലും ഞാൻ കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്, ക്വാളിറ്റി ഡിഫറൻസ്. കുത്താപ്പള്ളി വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ നെയ്ത്ത് ലൈക്ക് അവിടുത്തെ വർക്ക് വീവേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ചേതമംഗലം വർക്ക് ചെയ്യുന്നുണ്ട്, കാസർഗോഡ് വീവ്സ് ഇത് ചെയ്യുന്നത്. അപ്പം ശരിക്കും മെയിനായിട്ട് ഒരു 5 നെയ്ത്താണ് നമ്മുടെ കേരളം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത്. ഒന്ന് നമ്മുടെ ബാലരാമപുരം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി പുടവയും കാവണിയും അതുപോലെ സാരി നമുക്ക് 2 സൈഡ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും ക്വാളിറ്റിയിൽ 100ക്ക് 100 ഇട്ട് നെയ്യുന്നത് നമ്മുടെ ഇവിടെ ഉള്ളൂ. സർക്കാർ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ഓണം പോലുള്ള സമയം അല്ലെങ്കിൽ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് റിബേറ്റ് പ്രഖ്യാപിക്കുന്നെങ്കിലും അതുപോലും കൊടുത്ത് തീർക്കാൻ കുടിശ്ശിക ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുറേയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അവർ സ്കീംസ് കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നാണെങ്കിലും ആഫ്റ്റർ ഒരു മേ ബി ഒരു 5 years എടുക്കുകയാണെങ്കിൽ, ഒരു കോവിഡും ഫ്ലഡിന്റെ സമയം മുതൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈത്തറിക്ക് ഒരു ഭൂമി ഉണ്ടായിട്ടുള്ളൂ. ബിക്കോസ് ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അവസ്ഥയാണ് ഇപ്പോൾ. പല ഇത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഫ്ലഡിൻ്റെ കഴിഞ്ഞിട്ട് അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു അവയർനെസ് എന്ന് പറയുന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയ്ക്ക് എത്തിയത്. ദറ്റ് കൈത്തറി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഫ്ലഡ് കയറി ഇത് അതുപോലെ തന്നെ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ എക്സിബിഷൻസ് ഒക്കെ പല സ്ഥലത്ത് വിട്ടു. അപ്പം ഡെഡ് സ്റ്റോക്ക് ഇരുന്നതെല്ലാം വിറ്റ സമയത്ത് അപ്പോൾ ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഒരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കാൻ പറ്റി. അറ്റ്ലീസ്റ്റ് സസ്റ്റൈനബിലിറ്റി താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രൈഡാണ്, ഇതിനെ നമ്മളും കൂടി അതിൻ്റെ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വാങ്ങിച്ച് തുടങ്ങിയവർ അത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലായി തുടങ്ങി. അത് എന്തുമാത്രം ബ്രീതബിൾ ആണ് നമുക്കത്. അപ്പം അതിലേക്ക് കുറച്ച് പേര് ഉണ്ട്. അങ്ങനെ ഒരു സംസ്ഥാനത്തിൽ സർക്കാർ തന്നെ ചില ദിവസങ്ങളിൽ ഇത്തരം വസ്ത്രങ്ങൾ കൊടുക്കണം, ആകെ അതനുസരിച്ച് പെരുമാറുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു മാത്രമേ ഉള്ളൂ. അതിലേക്ക് ഞാൻ വരികയാണ്. അപ്പം അങ്ങനത്തെ റൂൾസ് അറ്റ്ലീസ്റ്റ് കൊണ്ടുവരുമ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവയർനെസ്. അതായത് അവർ യൂസ് ചെയ്തില്ലെങ്കിലും കൈത്തറി ഉണ്ട്, അതിനെ ഇത് ചെയ്യണം. അറ്റ്ലീസ്റ്റ് നമ്മൾ അടുത്ത ജനറേഷനെങ്കിലും നമ്മൾ ഇതിലേക്ക്
കൊണ്ടുവരാനുള്ള ഒരു നീക്കം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ഡിസൈനർ മെറ്റീരിയൽസ് വരുമ്പോൾ യുവതലമുറ ഇതിലേക്ക് അട്രാക്റ്റഡ് ആവത്തില്ല വരുന്നുണ്ട്. അതാണ് ഞങ്ങൾ വീവേഴ്സ് വില്ലേജ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതുവരെ ഈ പറഞ്ഞ സിൽക്ക് കുർത്തീസ്, മെൻസ് വെയർ, അതായത് കല്യാണത്തിനൊക്കെ സിൽക്ക് ജുബൊക്കെ ഇട്ടോണ്ടിരുന്നവര് നമ്മുടെ ഹാൻഡ്ലൂംസിൽ, അതായത് നമ്മുടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശോഭയാണ് സുരേഷ് ഗോപിയുടെ എല്ലാമല്ല, പക്ഷെ സെറ്റ് മുണ്ടും പിന്നെ മുണ്ട്, കുർത്തി, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചേച്ചി എൻ്റെ അടുത്ത് എല്ലാം സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും വേണം, രാധേച്ചി സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും വേണം എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഭാഗ്യക്കാണെങ്കിലും എല്ലാം കുറച്ച് ചേച്ചി സിമ്പിൾ അങ്ങനെ. പക്ഷെ നമ്മള് ഡിസൈൻ അതൊന്നും പറയില്ല. പക്ഷെ എന്നാലും നല്ലൊരു രീതിയിൽ നമുക്ക് പുതിയ ഡിസൈൻസ് അതിനകത്ത് കൊണ്ടുവന്നു. അതായത് മോട്ടിഫ്, നമ്മുടെ ശംഖിന്റെ മോട്ടിഫ് നെയ്ത് അതിനകത്ത് മുണ്ടിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഹിറ്റായിരുന്നു. എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിച്ചു. അത് ഭയങ്കര സന്തോഷമുണ്ട്. പുതിയ ഇപ്പൊ കുറെ പേർക്ക് അപ്പൊ ആ ഒരു ഡിസൈനിൽ ഇപ്പൊ ഞാൻ 2 എണ്ണം ചെയ്തു. സെലിബ്രിറ്റീസിന് വേണ്ടി ചെയ്യുന്നുണ്ടല്ലേ? ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് വർക്ക് ചെയ്യുന്ന പേരെടുത്ത് പറയുന്ന ആൾക്കാർ മമ്മൂക്കയ്ക്ക് ധോത്തീസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ലാലേട്ടന് കൊടുത്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സുരേഷ് ഏട്ടൻ, ഒബ്വിയസ്ലി ശശി തരൂർജി, പിന്നെ തമിഴ് വിശാല്, പിന്നെ ബോളിവുഡിലും നമ്മൾ അന്ന് കൊടുത്തിട്ടിരിക്കണത് ഐശ്വര്യ റായ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ PV സിന്ധുവിന് ചെയ്തിട്ടുണ്ടായിരുന്നു, മാരി കോമിന് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. സിമ്പിൾ സാരിയാണ്, പൊതുവെ തന്നെ വെൽ ഡ്രസ്ഡ് ആണെങ്കിലും വളരെ സിമ്പിൾ ആണ്. കോട്ടൺ നമ്മുടെ തന്നെ കൈത്തറിയുടെ സിമ്പിൾ സാരീസ്. ഐശ്വര്യ റോയിയുടെ ഡിമാൻഡ് എന്തായിരുന്നു? അല്ല, അതൊരു ടെമ്പിൾ ഡിസൈൻ ആണ്, പണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അത് ആക്ച്വലി ഞാൻ അതിനുശേഷം നമ്മുടെ ഒരു സിനിമറ്റോഗ്രാഫർ വഴി ഒരു സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രഡീഷണൽ ഡിസൈൻ ആണോ അതോ പുതിയ? കരീന കപൂറിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബോളിവുഡിലും ഓൾ ഇന്ത്യ ഫെയിമിലായി അല്ലേ? ഓൾ ഇന്ത്യ അങ്ങനെ ഫെയിം എന്ന് പറയുന്നത് ഡിമാൻഡ് അതിനനുസരിച്ച് കൂടുന്നുണ്ട്. അതെ അതെ. പക്ഷെ പാവപ്പെട്ട സാധാരണക്കാർക്ക് ധരിക്കാൻ പറ്റിയ വസ്ത്രങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശോഭ ഇപ്പൊ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് 30,000 രൂപയ്ക്ക് മേളിൽ വിലയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പല സാരീസ് പലരും ചോദിക്കും, ഉടുക്കുന്ന പല സാരീസും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നമ്മുടെ സ്റ്റോറിലാണ് ഇപ്പൊ ഇത്രയും പഴക്കമുള്ള ഒരു തറവാട്, നമ്മുടെ അറിയാമല്ലോ സിവിയുടെ തറവാട് 150 വർഷം റോസ്കോട്ട് ബംഗ്ലോ, അവിടെയാണല്ലോ ആദ്യത്തെ ഷോറൂം. അതെ അതെ, അവിടെ തന്നെയാണ്. പിന്നെ ഇപ്പൊ വെള്ളാറ് നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് 2 ഷോറൂമുണ്ട്. പിന്നെ വ്യാപിക്കുന്നുണ്ടോ? ആഗ്രഹമുണ്ട്. ഓൺലൈൻ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇത് ട്രഡീഷണൽ ഡിസൈൻസിനോടൊപ്പം തന്നെ മോഡേൺ ആയിട്ടുള്ള ഡിസൈൻസ്. അതെ അതെ അതെ. ഇപ്പൊ ഫ്യൂഷൻ ആയിട്ടുള്ള, അതായത് എങ്ങനെയൊക്കെ നമുക്ക് കൈത്തറീനെ ഏതൊക്കെ രീതിയിൽ അതിനെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. കളേഴ്സ്, നാച്ചുറൽ ഡൈസ് നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പം പറഞ്ഞു വന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതാണ് ഞാൻ കൂടുതൽ ഉടുക്കാറ്. അപ്പം ഉടുത്ത് കഴിയുമ്പോൾ എല്ലാവർക്കും വേണം. ഡിസൈൻ ചെയ്ത് കിട്ടുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതാണ് നമ്മൾ സ്വയം എടുക്കുന്നത്. ഡിസൈൻ ചെയ്ത് പ്രോബ്ലം അല്ല, കുറച്ച് നാള് ഇട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ഞാൻ എടുത്ത് ഉടുക്കുമ്പോഴത്തേക്ക് അതിനൊരു ഡിമാൻഡ് ഇഷ്ടം. അപ്പൊ എല്ലാവർക്കും വേണം. അപ്പത്തേക്ക് സീസൺ കഴിഞ്ഞു പോയിട്ടുണ്ടോ, അപ്പൊ നമ്മൾ വീണ്ടും ഒരെണ്ണമായിട്ട് നെയ്യാനായിട്ട് അപ്പൊ അത്രയ്ക്ക് കോസ്റ്റ് വരും നമുക്ക്. അത് വലിയൊരു മൈലേജ് ഉണ്ടാക്കി. അത് മൈലേജ് ഉണ്ടാക്കി. പക്ഷെ അത് പ്രോബ്ലം ഇസ് നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഭയങ്കര സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നു, സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ കേസ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓൾ ഓഫ് എ സഡൻ ആണ് ഈ ഒരു സൈബർ അറ്റാക്ക് വന്നത്. ഇത്രയും നമുക്കൊരു 5 സ്റ്റാർ ഓൺലൈൻ ഗൂഗിൾ റേറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പെട്ടെന്ന് ഫേക്ക് അക്കൗണ്ട്സ് നിന്ന് നമുക്ക് ബാഡ് റിവ്യൂസ്, നമ്മൾ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ പുറത്തുനിന്നും ഇന്റർനെറ്റ് പല രീതിയിൽ നമ്മള് ബുള്ളിങ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഡിവോഴ്സ് ആയിട്ടുണ്ടോ? ഇല്ല, കേസ് നടക്കുകയാണ്. 8 years ആയി. മറ്റേ യഥാർത്ഥത്തിൽ പിന്നെ ശോഭയുടെ ഒരു കേസ് എന്ന് പറയുന്നത് ഷോറൂമിൽ കഞ്ചാവ് കൊണ്ടുവച്ചു. ആ കേസിൽ ആണ് സത്യം തെളിയിക്കപ്പെട്ടത്. അത് ആദ്യം അതിന് വിവാഹശേഷം 2021 പരിചയപ്പെട്ട ഒരാളിന്റെ ശത്രുതയിൽ നിന്നുണ്ടായതാണ്. അയാൾ ഇപ്പോഴും പുറകെ പിന്തുടരുന്നുണ്ടോ? ഇടയ്ക്ക് സ്റ്റോക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഇങ്ങനെ
ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോഴേ ഫസ്റ്റ് ഇയർ എനിക്ക് ഒരു കഴിഞ്ഞ വർഷത്തിന് മുമ്പിലത്തെ വർഷം എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദർക്ക് ഇതിന് ഭയങ്കര എഗെയിൻസ്റ്റ് ആയിരുന്നു. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരുപാട് ശത്രുക്കളുണ്ട്, അവരൊക്കെ എന്തായാലും അത് യൂസ് ചെയ്യും, അത് സൈബർ അറ്റാക്ക് ചെയ്യും, ആവശ്യമില്ലാത്ത രീതിയിൽ ഡ്രാഗ് ചെയ്യും, ഓരോ കാര്യങ്ങളൊക്കെ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ നമുക്ക് അറിയാമായിരുന്നു. പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. അപ്പൊ ഈ വർഷം ഞാൻ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് പോയത്, വീട്ടില് പറയാതെയാണ് പോയത്. വീട്ടുകാരുടെ അനുവാദം ഇല്ലായിരുന്നു. മോഹൻലാൽ എന്ത് പറഞ്ഞു? ലാലേട്ടൻ ഫുൾ സപ്പോർട്ടായിരുന്നു. ലാലേട്ടൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. എന്താ പറയാ, ആ ഒരു 1 രൂപ ഞങ്ങളിപ്പം അടുത്തൊരു ഇനിഷ്യേറ്റീവ് തുടങ്ങുകയാണ്, 1 രൂപ ലൂം എന്ന് പറഞ്ഞിട്ട് 100 തറികള് ബലരാമപുരം നെയ്ത്തുകാർക്ക് കൊടുക്കുക. അതായത് പുതിയ തറികളല്ല, ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ വല പിടിച്ച് നശിച്ച് കിടക്കുന്ന തറികളെ നമ്മൾ റീസ്റ്റോർ ചെയ്യാം. അപ്പം ശരിക്കും പറഞ്ഞാൽ പുതിയ നമ്മൾ തറികൾ കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഓൾറെഡി 10,000 തറികൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമുക്ക് എങ്ങനെ റിവൈവ് ചെയ്തെടുക്കാന്നാണ് നോക്കേണ്ടത്, അല്ലേ? അതുപോലെ നേരത്തെ ഈ നെയ്ത്തുകാരുടെ പുതിയ തലമുറ ഇതിലേക്ക് വരുന്നുണ്ടോ? ഇപ്പം നമ്മൾ അതാ പറഞ്ഞത്, ഈ ബാലരാമപുരം നമ്മുടെ പ്രോജക്റ്റ് നബാർഡിന്റെ പ്രോജക്റ്റിലും നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജക്കാർഡിന്റെ ലൂംസ് തമിഴ്നാടിൽ നിന്ന് കൊണ്ടുവന്ന്, അതും ഈ പറഞ്ഞ പോലെ റീസ്റ്റോർ ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ട്രെയിനിങ് നടക്കുകയാണ്, പ്രോഗ്രാംസ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബാക്ക് എൻഡ് നമ്മൾ കുറച്ച് പേര് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതിനു വേണ്ടി ജെനുവിൻലി നമ്മൾ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, ഇതിനെ റിവൈവ് ചെയ്ത് കാണണം എന്നുള്ളൊരു. മാത്രമല്ല എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സാരി ഈ പറഞ്ഞില്ലേ, അവരൊക്കെ ബോളിവുഡിൽ എല്ലാവരും ഉടുക്കുന്ന സന്തോഷമുണ്ട്, പക്ഷെ ഇന്റർനാഷണലി കേരള സാരിയും നമ്മുടെ ധോത്തിയൊക്കെ റെഡ് കാർപ്പറ്റിൽ ഉടിപ്പിച്ച് കാണണം എന്നുള്ള എൻ്റെ വലിയ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. ഗ്ലോബലി കൊണ്ടുപോകണം നമ്മുടെ കൈത്തറി. നമുക്കറിയാം അതിൻ്റെ ഒരു ബെനിഫിറ്റ്സും, ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്, ഭയങ്കര ബെനിഫിറ്റ്സ് ഉള്ള ഫാബ്രിക്കാണ്, ബ്രീതബിൾ ആണ്. അതിന്റെ ഇത് നമ്മൾ ഇന്റർനാഷണലി ഗ്ലോബലി അതാണ് ലക്ഷ്യം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ആദ്യ വിവാഹത്തിന്റെ വേളയിലാണോ? അതെ, വിത്തിൻ ഫസ്റ്റ് ഇയർ. അതും ഞാൻ പല സ്ഥലത്തും ഇപ്പോൾ ടോക്കിന് പോകുമ്പോൾ ഞാൻ പറയാറുള്ള കാര്യങ്ങളാണ്. അതെന്ന് പറയാൻ നമ്മൾ ആർക്കും വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം ഒരു നിമിഷം പോലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്ത വരും നമ്മുടെ ലൈഫിൽ. ഓരോ ചാലഞ്ച്, സ്പെഷ്യലി നമ്മൾ ആ ഒരു ഏജിൽ നമ്മൾ താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടി കൂടുതൽ പെയിൻ വരുമ്പോൾ ഇനി എനിക്ക് മുമ്പോട്ടൊന്നും ഇല്ല, ഇനി എനിക്ക് മതിയായെന്ന് ഒരു നിമിഷത്തേക്കാണ് അത് തോന്നുന്നത്. ആ ഒരു സെക്കൻഡ് നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് വേണ്ടത്. ഒന്നീ നമ്മൾ ആരെങ്കിലും ഫാമിലിയിലുള്ള ആരുടെ അടുത്തെങ്കിലും തുറന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കുക. നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. നമുക്ക് ഒരുപാട് പേര് വേണമെന്നില്ല, ഒരാളുടെ അടുത്തെങ്കിലും നമ്മളത് പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു റിലീഫാണ്. അങ്ങനെയുള്ളൊരു സുഹൃത്ത് വേണം. പക്ഷേ സഹായഹസ്തവുമായി വരുന്ന ആൾക്കാർ, അവർക്ക് 2 മുഖമുള്ള ആൾക്കാരില്ലേ? ഒരു മുഖം ഒളിപ്പിച്ച് വെക്കുന്നു. അത്ര അനുഭവങ്ങളുണ്ടോ? ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ നമുക്ക്. ഫാമിലി, അതാണ് പറഞ്ഞത്, അച്ഛനും അമ്മയും എപ്പോഴും ഒരു സുഹൃത്തായിട്ടിരിക്കാന്ന് പറയും നമ്മൾ. ഇപ്പം എൻ്റെയൊക്കെ ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും നല്ല, എൻ്റെ സിബ്ലിങ്സ് തമ്മിൽ 13 ഇയേഴ്സ് ഒരു ഗ്യാപ്പാണ്. ഇപ്പം എൻ്റെ അണ്ണാച്ചിയെടുത്ത് പോലും എനിക്ക് പോയി തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. ബിക്കോസ് അത്രയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് അച്ഛനെ പോലെയാണ് അണ്ണാച്ചി. പക്ഷെ എൻ്റെ ഏട്ടത്തി എനിക്ക് നല്ലൊരു സുഹൃത്താണ്. അതുപോലെ എൻ്റെ ചേച്ചിയാണെങ്കിലും ലൈക്ക് ഫ്രണ്ട്സ്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, നമ്മൾ അതിനൊന്നും നമുക്ക് തോന്നണം എന്നുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യാം, മ്യൂസിക് കേൾക്കുകയോ അല്ലെങ്കിൽ സിനിമ കാണുക, അല്ലെങ്കിൽ ഒരു ഡ്രൈവിന് പോവുക. നമ്മൾ ആ ഒരു നെഗറ്റീവ് ഒരു എനർജി ഇരിക്കുന്ന സമയം അതിൽ നിന്നും ബ്രേക്ക് ചെയ്യുക എന്നുള്ള വളരെ അത്യാവശ്യമുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞു, നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല, ഡിനയൽ മോഡിലായിരിക്കും. ഫസ്റ്റ് എനിക്ക് അതായിരുന്നു, ഇതെനിക്ക് സംഭവിച്ചില്ല, എങ്ങനെ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദറ്റ് ഇത്രയും ഞാൻ പഠിച്ച് ഇത്രയും ഒരു ജോലി ഇത് ഒക്കെ കളഞ്ഞിട്ട് ഞാൻ വന്ന് എന്തിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ലൈഫ് ഇതായിപ്പോയി, വാട്ട് നെക്സ്റ്റ്, എനിക്കറിയില്ല. ഒരു പാനിക് അറ്റാക്കും നമുക്കൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അതിന്റെ കൂടെ ഫിസിക്കൽ അബ്യൂസും കൂടെ കിട്ടുകയാണ്. അതാ ഫസ്റ്റ് ഫേസിലുള്ള കാര്യം. സെക്കൻഡ് ഫേസ് വന്നപ്പോൾ പക്ഷേ പോരാടാനുള്ള മനസ്സ്. അതെ ഡെഫിനറ്റ്ലി. അതാണ് എനിക്ക് ആ ഒരു, ഞാൻ പറഞ്ഞില്ല, ആറ്റുകാൽ അമ്മയുടെ ഒരു വലിയൊരു ഭക്തയാണ് ഞാൻ. അപ്പൊ എനിക്ക് ഈ ഒരു ഐ ട്രൈ ടു ഹാങ് മൈ സെൽഫ്, ആൻഡ് അതിൽ നിന്ന് അൺകോൺഷ്യസ് ആ ഒരു നിന്ന് ഞാൻ പുറത്ത് വന്നപ്പോൾ എനിക്ക് ആദ്യം കണ്ടത് അമ്മയുടെ മുഖമാണ്. അൺകോൺഷ്യസ് ആയി ഞാൻ ശരിക്കും പറഞ്ഞാൽ പോയി തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റ് ടൈമിന് എന്റെ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. ഫ്ലാറ്റിലായിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലായിരുന്നു. അന്ന് എന്തോ ഇതുപോലെ തന്നെ എന്തോ ഇഷ്യൂ നടന്നിട്ട് എന്നെ അബ്യൂസ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും സംസാരിക്കുകയായിരുന്നു. ഞാൻ ഡൈനിങ് ടേബിളിൽ അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് പോയി ബെഡ്റൂമിൽ പോയി. ഞാൻ
ഷോളോ സാരിയോ എന്തോ എനിക്കറിയില്ല, എന്തോ ഞാൻ കെട്ടി ഞാൻ തൂങ്ങി. എനിക്ക് എന്തോ അപ്പം എനിക്ക് എന്തോ തോന്നുന്നു ചേരം കണ്ട് മറിഞ്ഞു എന്തോ ശബ്ദം കേട്ടു. അവര് വന്ന് നോക്കി. അപ്പം സൈഡിലൊരു വിൻഡോ, അതും ഒക്കെ എൻ്റെ ഒരു ഭാഗ്യമാണെന്ന് വേണമെങ്കിൽ പറയാം, എവിടെയോ ദൈവാധീനം എന്ന് പറയാൻ മതി. സൈഡിൽ വിൻഡോ ഉള്ളതുകൊണ്ട് ആ വിൻഡോ കൂടെ അവർ കണ്ടു. പിന്നെ ഡോർ ഇടിച്ചു, ലോക്ക് കറക്റ്റായിട്ട് വീണില്ലായിരുന്നു, അതും എൻ്റെ ഒരു ഭാഗ്യം. തുറന്നു, അവരെന്നെ ഇത് ചെയ്തു, പിടിച്ചു. കുറേ നാൾ എൻ്റെ ആ ഒരു ഇതുണ്ടായിരുന്നു, കുറേ നാൾ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. തിരിച്ചു വന്നു ഒരു സെക്കൻഡ് എനിക്ക് ദേവിയായിട്ട് എനിക്ക് രണ്ടാമത്തെ ഒരു ജന്മം തന്നെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി. ബിക്കോസ് ഞാൻ ഇവിടെ ഒന്നും നിൽക്കേണ്ട അല്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് മാറ്റം വരുത്താനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് എന്റെ ലൈഫ് കൊണ്ട് ഒരു ഉപകാരം എനിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളൊരു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശോഭയുടെ ഒരു ചെറിയ ഫേസ് മാത്രം, വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികളുണ്ട്. ചെയ്യാൻ കാര്യം തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ രണ്ടാമത് അമ്മ ദേവി എനിക്ക് ആ ഒരു ലൈഫ് തന്നതുകൊണ്ടാണ്. അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു, സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ പ്രോമിസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ എന്തൊക്കെ ചാലഞ്ചസ് വന്നിട്ടും ഞാൻ പിടിച്ചു നിൽക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇനി ഞാൻ ആർക്കും വേണ്ടിയിട്ട് ഒരു സിറ്റുവേഷന് വേണ്ടി ഞാൻ ഐ വിൽ നോട്ട് കിൽ മൈ സെൽഫ് ഓർ ട്രൈ ടു ഓർ അങ്ങനെ ഒരു രീതിയിലേക്ക് ഞാൻ നെഗറ്റീവ് ഇതിലേക്ക് പോകത്തില്ല എന്ന് ഞാൻ തീരുമാനം എടുത്തുകൊണ്ടാണ് എനിക്ക് ഈ ഡ്രഗ് കേസിൻ്റെ ഇത് വന്നപ്പോഴും അത് കഴിഞ്ഞിട്ടും വേറെ ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്ന കുറേ കാശ് ഒരാൾ പറ്റിച്ചുകൊണ്ട് അതൊക്കെ സംഭവിച്ചപ്പോഴും ഞാൻ നിൽക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റ പ്രോമിസാണ്. ഞാൻ ദേവിക്ക് കൊടുത്തൊരു പ്രോമിസാണ്, ദാറ്റ് എനിക്ക് കൊടുത്തൊരു പ്രോമിസാണ്, ദാറ്റ് ഐ വിൽ നോട്ട്, ഐ എം എ ഫൈറ്റർ, ഐ എം ഗോണ സർവൈവ്. ജീവിതത്തിൽ സഹായം കൊടുത്ത ആൾക്കാരെ ചതിച്ചിട്ടുണ്ട് അല്ലേ? ഒരുപാട് പേര്. അതാണ് ഞാൻ പറയാം, അതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കും. പക്ഷെ എന്നാലും ഈ കതിരമേൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്, നമ്മൾ വീണ്ടും പോയി വീഴും. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റിയും കുറച്ചും കൂടെ ഒരു കോഷ്യസ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ഐ അറ്റ്ലീസ്റ്റ് തിങ്ക് ട്വൈസ്. ആദ്യ വിവാഹത്തിന് ശേഷം രണ്ടാമതൊരു സൗഹൃദത്തിൽ പോയി വീണില്ലേ? രണ്ടാമത് സൗഹൃദം എന്ന് പറഞ്ഞാൽ അതൊരു പ്രപ്പോസൽ ആയിട്ട് തന്നെയാണ് വന്നത്. പിന്നെ നോ പറഞ്ഞാൽ അത് കേൾക്കാൻ തയ്യാറല്ല. അതെനിക്ക് ആദ്യം വന്ന ഒരു ലൈഫ് ഞാൻ പറയില്ലേ, അത് ഭയങ്കര ഒരു ലക്ഷറി ലൈഫിൽ നിന്ന് ഞാൻ എടുത്ത സ്റ്റേൺ ഒരു ഡിസിഷനാണ് ദാറ്റ് ഇതെനിക്ക് വേണ്ട. എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടായാലും എന്നെ എന്ത് ജോലി എടുത്തിട്ടായാലും എങ്ങനെയായാലും ഞാൻ സർവൈവ് ചെയ്യും. എനിക്കിത് ഈ ലൈഫ് വേണ്ട. നോട്ട് മണി, മൈ പീസ് ഓഫ് മൈൻഡ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്നുള്ള രീതിയിൽ ഞാൻ അതിൽ നിന്ന് പുറത്തിറങ്ങിയ ആളാണ്. ചാഞ്ചാടുന്ന മനസ്സാണോ ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ വരുന്നു? അല്ല, എനിക്ക് ഐ എം ആൻ ഇമോഷണൽ ഫൂൾ. ദൈവം എന്നെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ സ്ട്രോങ് ആയിട്ട് പല കാര്യങ്ങൾക്കും എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും. ഈ പറഞ്ഞ മാഫിയയുടെ എഗെയിൻസ്റ്റ് ഞാൻ പോയി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പല കാര്യങ്ങൾക്കും ആൾക്കാരുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന സ്റ്റേൺ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന ആള്, ഞാൻ കുറച്ച് പേര് എന്നെ എന്താ പറയുക, കുറച്ച് വീക്ക്നെസ് എനിക്കുണ്ട്. കുട്ടികൾ, അതുപോലെ വയസ്സായവർ, അതുപോലെ തന്നെ ഞാൻ അത്രയ്ക്ക് അടുത്ത് നിൽക്കുന്നവർ, ഫ്രണ്ട്സ്, ഫാമിലി. അപ്പോൾ അവിടെയൊക്കെ ഞാൻ നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അവരുടെ ഒരു സപ്പോർട്ടിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലെങ്കിലും ഞാൻ ജീവിക്കും. ഇപ്പം ജീവിക്കാനുള്ള പ്രാപ്തിയായി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനകത്തും എന്നെ അത് തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഡെഫിനറ്റ്ലി. പക്ഷെ ഐ എം നോട്ട് ഡിസപ്പോയിന്റഡ്. അതായത് എനിക്ക് റിഗ്രറ്റ് ഇല്ല. പക്ഷേ വലിയ രീതിയിലെ വ്യക്തിത്വത്തെ ഉയർത്തിയ ഒരു പരിപാടിയായിരുന്നു അല്ലേ? ഓ ഡെഫിനറ്റ്ലി. എനിക്കത് തന്നൊരു പ്ലാറ്റ്ഫോം. അതായത് വിന്നിങ് അല്ല അവിടെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. വിന്നിങ്ങിനെയും കാട്ടി വിന്നിങ് ഹാർട്ട്സ് ആയിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, വിച്ച് ഐ തിങ്ക് എനിക്കത് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാലും ഇന്നലെ ഞാൻ 12 പൊങ്കാല ദേവി അമ്പലത്തിൽ പോയിരുന്നു. ഓരോരുത്തരും കാണുമ്പം അവരുടെ മുഖത്ത് നമ്മുടെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു സ്നേഹം, അത് നമുക്ക് ഈ കണ്ണിൽ കാണാൻ പറ്റും. അതായത് ഫേക്ക് ആയിട്ടുള്ളൊരു ഇതല്ലെങ്കിൽ ഈ പറഞ്ഞ മൂവീസിൽ അഭിനയിക്കുമ്പോൾ ഉള്ളൊരു നമുക്ക് ഒക്കെ പോയി ഫോട്ടോ എടുക്കണം അങ്ങനെ ഒരു ഇതല്ല. ഇത് വന്ന് നമ്മളെ ഹഗ് ചെയ്യണ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് പ്ലാറ്റ്ഫോം തന്നെ 3 months വിത്തിൻ ഷോർട്ട് പീരീഡ്. ബിഗ് ബോസിലൊക്കെ വന്ന സാഹചര്യത്തിൽ സിനിമയിൽ അഭിനയം സജീവമാക്കി കൂടെ? ഏത് 1-2 ചിത്രങ്ങളിലല്ലേ അഭിനയിച്ചത്? അത് ഇപ്പം എനിക്ക് വരുന്നുണ്ട് ഓഫേഴ്സ്. അപ്പൊ ഞാൻ നല്ല ഇത് വന്നാൽ യെസ് അത് നോക്കാം. യെസ്. അത് ശരി. ഇനിയൊരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? വിവാഹം ഒരിക്കലും ഇല്ല. എനിക്കറിയില്ല, ഈ പറഞ്ഞ പോലെ മനുഷ്യരല്ലേ, നമുക്ക് നമ്മുടെ ഡിസിഷൻസ് ചിലപ്പം പോവാൻ മാറാം. പക്ഷെ റൈറ്റ് നൗ
എൻ്റെ മനസ്സ് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് താല്പര്യമില്ല. ബട്ട് റിലേഷൻസ് ഉണ്ടായിക്കൂടുന്നില്ല. സ്നേഹം ഡെഫിനറ്റ്ലി നമുക്ക് ഉള്ളിൽ ഒരുപാട് നമുക്കൊരു കമ്പാനിയൻ വേണം എന്നൊക്കെ നമുക്ക് തോന്നും. എത്രയൊക്കെ നമ്മൾ ഈ പറഞ്ഞ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണെങ്കിൽ പോലും ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തോന്നും ഒരു കമ്പാനിയൻ, വി നീഡ് സംബഡി ടു ഷെയർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടല്ല, ഒരു ഇമോഷണൽ സപ്പോർട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അപ്പം അങ്ങനെ തോന്നാറുണ്ട്. ജീവിതത്തിൽ നിന്ന് എന്ത് പഠിച്ചു ഇതുവരെ? അയ്യോ, ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളൊരു കാര്യം. ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ്. അത്രേ ഉള്ളൂ. നമുക്ക് എത്ര നമ്മൾ പ്ലാൻ എത്ര ഇത് എന്നാൽ അറ്റ് ദ സെയിം ടൈം യു ഷുഡ് ഹാവ് എ വിഷൻ, സ്ട്രോങ് വിഷൻ. ഞാൻ ഒരു ടാറ്റു ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്തു. ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് ചെയ്ത്. കയ്യിൽ എന്താണ് കുത്തിയിരിക്കുന്നത്? ഇത് അമ്മയുടെ അമ്മയുടെ മൈ ലവ് സ്ട്രെങ്ത് ആൻഡ് ഫെയ്ത്ത് അമ്മ. പക്ഷെ ഞാൻ ഇപ്പോൾ ചെയ്ത ലാസ്റ്റ് അതിന് മുമ്പ് ചെയ്തവരുണ്ടെന്ന് വെച്ചാൽ ലിറ്റിൽ ഗേൾസ് വിത്ത് ഡ്രീംസ് ബിക്കം വിമൻ വിത്ത് വിഷൻ. അപ്പം അത് തന്നെയാണ് എൻ്റെ ഡ്രീംസ് തന്നെയാണ് ആ ഒരു വിഷനിലേക്ക് എത്തിച്ചതും. ആ വിഷൻ കാരണമാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ വന്നാലും ഇതൊക്കെ ജസ്റ്റ് ഒരു ഫേസ് ഓഫ് ലൈഫ്. അത് ഐ എം ഗോണ പാസ് ദാറ്റ് ടു എന്നുള്ളൊരു. അന്ന് ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ തകർന്നു പോയ ശോഭ വിശ്വനാഥ് ഇപ്പോഴില്ല. അത് അന്ന് തകർന്നു പോയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസ്. ആ ഒരു ലൈഫ് 3.5 വർഷം അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഫസ്റ്റ് കിട്ടിയ എനിക്കൊരു അടി. അതിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ പറഞ്ഞത് സ്പെഷ്യലി ആ ഒരു ട്രൈ ടു കിൽ മൈ സെൽഫ് എന്നുള്ള എപ്പിസോഡും കൂടി കഴിഞ്ഞപ്പം ഞാൻ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയി വന്നു. അതിനുശേഷം എന്നാൽ പോലും എനിക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, വിമൻസ് റൈറ്റ്സിനെ പറ്റി ഇപ്പോഴും സ്ത്രീകൾക്ക് അറിയില്ല. പ്രതിയും കൂടെ ആവുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സാധാരണ അത്ര എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ പാടില്ല. ഫീൽ ലൈക്ക് ആ ഫ്രീഡം ഫൈറ്റർ. പക്ഷെ ഇപ്പൊ എന്ത് തോന്നുന്നു? അതും കഴിഞ്ഞ് ബിഗ് ബോസ് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു എൻ്റെ സേവ് ചെയ്ത് വെച്ചിരുന്ന അതൊക്കെ ഒരു സുഹൃത്ത് ലൈക്ക് ഒരു ബ്രദറിനെ പോയി നോക്കിയിരുന്ന ഒരാള് ഇപ്പോഴും പറ്റിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അത് അടുത്ത ഒരു ഇതാണ്. ബിക്കോസ് സ്പെഷ്യലി ഈ നാർക്കോട്ടിക് കേസിന് ശേഷം എനിക്ക് സ്റ്റോക്ക് എടുത്തിടേണ്ട ഓണം സമയമാണ്. അപ്പൊ എന്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് കഴിഞ്ഞിട്ട് റീ ഓപ്പൺ ചെയ്ത സമയം. പക്ഷെ നോട്ട് എനി മോർ. ഇപ്പം വളരെ സ്ട്രോങ് ആയി. വളരെ സ്ട്രോങ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഞാനിപ്പം കുറച്ചൊക്കെ ഞാനും പഠിച്ചു. എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എത്രത്തോളം പേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ, യുനോ ദാറ്റ് ഐ ടെൽ ദം. അപ്പം അതിനുശേഷം ഇതുണ്ടായി. അതിനുശേഷം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ചാപ്റ്റർ ആയിരുന്നു. അതെനിക്ക് തന്നത് നമ്മളെ തന്നെ പഠിക്കാനുള്ള ഒരു അവസരമാണ്. ഭയങ്കര നമുക്ക് can you imagine 100 days without phone, without your family, without your friends, യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആകാശം പോലും നമുക്ക് കാണാൻ പറ്റില്ല. ജീവിക്കാൻ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? അതൊരു വേറൊരു ലോകമാണ്. എനിക്ക് അതൊരു തന്നൊരു എക്സ്പീരിയൻസ്, ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇനി നമ്മളെ ഏത് നരകത്തിൽ കൊണ്ടിട്ടാലും നമ്മൾ ജീവിക്കും. കൈത്തറിയിൽ ഇനി പുതിയതായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? പുതിയതായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്ലോബലി കൈത്തറീനെ എനിക്ക് എത്തിക്കണം. സ്പെഷ്യലി നമ്മുടെ ആയുർവേദ ക്ലോത്തിങ്ങിന് ഗ്ലോബൽ ഒരു പ്രസൻസ്, അത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആയുർവേദ ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കെമിക്കൽ ഡൈയിങ് അല്ല, നമുക്ക് കളേഴ്സ് ഫാബ്രിക്കിന് കൊടുക്കുന്നത് കെമിക്കൽസ് ആണ്. ഒരുപാട് അത് ഏറ്റവും വലിയ പൊള്യൂട്ടൻ്റ് ആണ്. അപ്പോൾ അത് വിട്ടിട്ട് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള ഡൈസ് ലൈക്ക് ടർമറിക്, നീം, തുളസി, സാൻഡൽവുഡ്, ഹൈബിസ്കസ്, അപ്പം പലതരം പച്ചമരുന്നുകൾ ഇട്ടിട്ട് നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കണ്ടുപിടിച്ചതല്ല, ഏജ് ഓൾഡ് ട്രഡീഷൻ. നമ്മൾ ഏറ്റവും ഫസ്റ്റ് വന്നിട്ടുള്ള അതാണ്. അതിനെ നമ്മൾ എടുത്ത് വീണ്ടും അതിനെ കൊണ്ടുവരികയാണ് അല്ലേ. നമ്മൾ പഴയ കാര്യങ്ങൾ ഇപ്പൊ പുറത്ത് റൂട്ട്സിലേക്ക് നമ്മൾ പോവാണ്. ബിക്കോസ് എന്തുകൊണ്ട് ചുറ്റും നടക്കുന്ന ഇപ്പൊ ക്യാൻസർ ഏറ്റവും കൂടുതൽ കൂടുന്നുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഇത് കാരണമാണ്. നമ്മൾ കഴിക്കുന്നത്, നമ്മൾ ഉടുക്കുന്നത്, നമ്മൾ ശ്വസിക്കുന്നത്, ഇതൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് അസുഖങ്ങൾ ഇപ്പം പറഞ്ഞ കോവിഡ്, നമ്മൾ കണ്ണിൽ പോലും കാണാത്ത ഒരു ഇതിനെ പേടിച്ചാണ് നമ്മൾ എത്ര വർഷം നമ്മൾ വീട്ടിലിരുന്നു. 1 വർഷത്തോളം നമ്മൾ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് ഈവൻ നോ ലൈക്ക് അല്ലേ, അതിനെ പേടിച്ചിട്ടാണ് നമ്മൾ ഇരുന്നത്. അപ്പം അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ പല ചാലഞ്ചസും ഞാൻ അതിനെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റും എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു ഇതാണ്. അപ്പം അവിടെ ഒരു ക്രൈസിസ് കണ്ടു. അതിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തു ഈ ഒരു മാസ്ക്, ടേമറിക്കിൻ്റെ മാസ്കും നീമിൻ്റെയും തുളസിയുടെ ഒക്കെ മാസ്ക്. ആ സമയം വീട്ടിൽ ഇരുന്നാണ്ട് ഞാൻ ഡൈയും ഒക്കെ ഞാൻ ഇത് ചെയ്തിട്ട് പിന്നെ ബൾക്കായിട്ട് ചെയ്തു.
അത് ഓസ്ട്രേലിയയിലും പല സ്ഥലത്തും പോയി. അത് ഭയങ്കര അതൊരു ഇതായിരുന്നു. ഞങ്ങൾക്ക് അത് പിടിച്ചു നിൽക്കാനായിട്ട് കൈത്തറീനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു അത് ആ ടൈമിൽ. ശരി. അപ്പോൾ പുതിയ സംരംഭങ്ങൾ എല്ലാം നന്നായി വരട്ടെ. വളരെ ബോൾഡായിട്ടിരിക്കുക. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.